ഒരു ഡാൻസോടുകൂടി നമ്മുടെ പരിപാടി അങ്ങ് ആരംഭിക്കുകയാണ് ഗൈസ്. ഇത് വേറൊന്നുമല്ല, നമ്മുടെ ഇഷാൻകുട്ടൻ്റെ ബർത്ത്ഡേയുടെ സെലിബ്രേഷൻ്റെ ഒരു ചെറിയ വീഡിയോ ആണ് കേട്ടോ. മാസങ്ങൾക്ക് മുന്നേ എടുത്തു വെച്ചതാണ്. ഡിസംബർ 4-ാം തീയതി ആയിരുന്നു കേട്ടോ ഇച്ചുക്കുട്ടൻ്റെ ബർത്ത്ഡേ. ഇന്ന് എഡിറ്റ് ചെയ്യാം, നാളെ എഡിറ്റ് ചെയ്യാമെന്നും പറഞ്ഞ് ഇപ്പോൾ ഇത്രയും ദിവസങ്ങൾ മുന്നോട്ട് പോയിട്ടോ. അപ്പോൾ എല്ലാവരും തന്നെ വിളിച്ചവരെല്ലാവരും തന്നെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേ ഫുഡ് ഉണ്ടാക്കുന്ന തിരക്കിലാണ് കേട്ടോ. നമ്മൾ തന്നെയാണ് ഫുഡ് ഉണ്ടാക്കിയത്. ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതേ എല്ലാവരും കൂടി അടിച്ച് പൊളിച്ചാണ് കേട്ടോ എല്ലാം ചെയ്യുന്നത്. ആരും തന്നെ പുറകോട്ട് നിന്നില്ല കേട്ടോ. എല്ലാവരും ഓരോരോ പണികളായിരുന്നു. അപ്പോൾ അത് എൻ്റെ അടുക്കളയിൽ കയറാത്ത കെട്ടിയോൻ വരെ എനിക്ക് ചിക്കൻ കട്ട് ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പോൾ ഇഷാൻകുട്ടൻ ദേ ഓരോ പരിപാടികളുമായിട്ട് ചെല്ലുകയാണ് കേട്ടോ. ആ ബലൂൺസ് എല്ലാം അവന് ജോയിൻ്റ് ആയിട്ട് ചെയ്ത് കൊടുക്കണം എന്നും പറഞ്ഞിട്ട് അങ്ങനെ അവൻ ഒരു വഴിക്ക് നിൽക്കുന്നു. അതിന് ശേഷം അവൻ്റെ കുറേ ഡാൻസും പരിപാടിയും ഡെഡ് പൂള് രാവിലെ എഴുന്നേൽക്കുമ്പോൾ മുതൽ അവൻ ഇത് തന്നെയാണ് കേട്ടോ പരിപാടി. അപ്പോൾ അവനും അവനെക്കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള സഹായങ്ങളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു, ഹൂർ ചെയ്യാനും ഒക്കെ. അങ്ങനെ ദേ നമ്മുടെ ഫ്രണ്ട്സൊക്കെ ഓരോരുത്തവരായിട്ട് എത്തി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവർ കൊണ്ടുവന്ന് ഓരോ ഗിഫ്റ്റൊക്കെ എടുത്തിട്ടാണ് ഇച്ചുക്കുട്ടൻ ഈ പരിപാടികളൊക്കെ നടത്തുന്നത്. അപ്പോൾ അതേ പിള്ളേരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും കൂടെ ഒരുമിച്ച് കണ്ടതിൻ്റെ ഒരു സന്തോഷവും അങ്ങനെ എല്ലാവരും അവരവരുടെ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ദേ നമ്മുടെ ഇച്ചുക്കുട്ടൻ്റെ കേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. കാറിൻ്റെ തീമിലായിരുന്നു ഇച്ചുക്കുട്ടൻ്റെ കേക്ക്. അപ്പോൾ അത് അവന് 4 വയസ്സായി. 4th ബർത്ത്ഡേ ആണ് കേട്ടോ ഞങ്ങൾ ആഘോഷിക്കുന്നത്. എത്ര പെട്ടെന്നല്ലേ വർഷങ്ങളൊക്കെ കഴിഞ്ഞു പോകുന്നത്. ഇന്നലെ കഴിഞ്ഞ പോലെ ഒരു തോന്നലാണ് കേട്ടോ. അവന് 4 വയസ്സായി എന്നുള്ളത് വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല. അപ്പോൾ കേക്ക് കട്ട് ചെയ്യുന്നതിന് മുന്നേ ഞങ്ങൾ ഇത് എല്ലാ അറേഞ്ച്മെൻറ്റും ചെയ്ത് വെച്ചു. അപ്പോഴേക്ക് ഇച്ചുക്കൂട്ടൻ കഴിക്കാനൊക്കെ തുടങ്ങി. കേക്ക് മുറിക്കുന്ന തിരക്കിൽ ക്യാൻഡിൽ ഊതാൻ മറന്നുപോയി കേട്ടോ. പിന്നെ അതൊക്കെ ഊതി. അതിന് ശേഷം ദേ ഇച്ചുകൂട്ടൻ്റെ ഉടുപ്പ് കണ്ടോ. അവന് നല്ല അടിപൊളി ഡ്രസ്സൊക്കെ എടുത്ത് വെച്ചിരുന്നതാണ് കേട്ടോ. അപ്പോൾ അവൻ ദേ സൂപ്പർമാൻ്റെ സ്യൂട്ട് മാത്രമേ ഇടുള്ളൂ എന്നും പറഞ്ഞ് അപ്പോൾ വഴക്കുണ്ടാക്കി. പിന്നെ അവൻ്റെ ഒരു നല്ല ഡേ ആയതുകൊണ്ട് വെറുതെ അവനോട് വഴക്കുണ്ടാക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അത് തന്നെയാണ് കേട്ടോ ഇടിയിപ്പിച്ചത്. കുറേ നാളായിട്ട് അവൻ പറയുന്നൊരു സംഭവമായിരുന്നു. അപ്പോൾ അത് തന്നെ വാങ്ങിക്കൊടുത്തു. അപ്പോൾ അതേ ഫുഡും കാര്യങ്ങളും ഒക്കെ ആയി. ബിരിയാണിയും അതുപോലെ തന്നെ ചിക്കൻ കറിയും ഒക്കെ ആയിരുന്നു. 1 മണിയോടുകൂടി പരിപാടി എല്ലാം അവസാനിപ്പിച്ച് എല്ലാവരും ബൈ പറഞ്ഞ് പോയിട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ ബൈ.